കാസർഗോഡ് ജില്ലാതല പട്ടയമേളയിൽ വിതരണം ചെയ്തത് 73 ട്രൈബൽ പട്ടയം ഉൾപ്പെടെ 659 പട്ടയങ്ങൾ. ഇതോടെ ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ വിതരണം ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം 6844ആയി. ഹോസ്ദുർഗ് താലൂക്കിൽ 42 LA പട്ടയങ്ങളും വെള്ളരിക്കുണ്ട് താലൂക്കിൽ 154, കാസർഗോഡ് താലൂക്കിൽ 123, മഞ്ചേശ്വരം താലൂക്കിൽ 79 LA പട്ടയങ്ങളുമായി ജില്ലയിലാകെ 252 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങൾ വിതരണം ചെയ്തു. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 4.5 ലക്ഷത്തോളം കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൂടുതൽ നമുക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്നതാണ്. ഇതെല്ലാം തുടർ ഭരണത്തിന്റെ പ്രത്യേകതയാണ്. കാരണം പട്ടയ വിതരണം എന്നത് ഒരു തുടർപ്രക്രിയയാണ്. LDF നേരത്തെ തുടങ്ങിവെച്ച LDF സർക്കാർ നേരത്തെ തുടങ്ങിവെച്ച കാര്യങ്ങൾ അത് ഭംഗിയായി തുറന്നുപോയി എന്നുള്ളത് കൊണ്ടാണ് 3 വർഷം കൊണ്ട് ഇത്രയും പട്ടയം നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുന്നത്. അതിന് ശേഷമുള്ള കണക്ക് നോക്കിയാൽ 43,058 പട്ടയങ്ങൾ പിന്നീട് വിതരണം ചെയ്യും. പിന്നീട് ഒരു ഘട്ടത്തിൽ കൂടി വിതരണം നടക്കും. അതിൽ 10,000 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ഇതിനെല്ലാം പുറമെയാണ് ഇന്ന് വിതരണം ചെയ്യുന്ന പട്ടയങ്ങൾ. ഈ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, CH കുഞ്ഞമ്പു MLA, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, കളക്ടർ K ഇമ്പശേഖർ, ADM P അഖിൽ, PV ചന്ദ്രൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ജില്ലാ പട്ടയമേളയിൽ ഓപ്പറേഷൻ സ്മൈൽ പദ്ധതി പ്രകാരം 108 പട്ടയം കൂടി വിതരണം ചെയ്തു. ഇതോടെ ഈ പദ്ധതി വഴി ഇതിനകം 262 പട്ടയം വിതരണം ചെയ്തു. കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കുകളിലായി 539 കുടുംബങ്ങളിലായി 1706ഓളം കൊറക ഗോത്ര വിഭാഗക്കാരാണ് ജില്ലയിൽ താമസിക്കുന്നത്. ഭൂമിയുണ്ടെങ്കിലും അതിന് കൃത്യമായ അതിരുകളോ കൈവശ രേഖകളോ ഇല്ല. രേഖകളില്ലാത്തതിനാൽ സർക്കാർ പദ്ധതികളിൽ നിന്നുള്ള ഭവന നിർമ്മാണത്തിനുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യമാണ്. കൃഷി ചെയ്യുവാനോ വീട് വെക്കുവാനോ കഴിയാതെ ഇവരുടെ ഭൂമി തരിശായി കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. സ്വന്തം മണ്ണിൽ തന്നെ അന്യരെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന ഇവരുടെ ദുരവസ്ഥയ്ക്കാണ് ഓപ്പറേഷൻ സ്മൈലിലൂടെ പരിഹാരമായത്. ബദിയടുക്ക പെർഡാലയിലെ ഉന്നതി കളക്ടർ സന്ദർശിക്കുകയും അവരുടെ ജീവിത സാഹചര്യം നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തതോടെയാണ് പുതിയ പദ്ധതി ആവിഷ്കരിച്ചത്. റവന്യൂ വകുപ്പ്, പട്ടികവർഗ വികസന വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പട്ടികവർഗ വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. 539 കൊറക കുടുംബങ്ങളുടെ 193.557 ഹെക്ടർ ഭൂമി കൃത്യമായി അളന്ന് അതിരുകൾ സ്ഥാപിക്കുകയാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.